ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പതിവ് പോലെ ബാഗും തൂക്കി എങ്ങോട്ടാ പോകുന്നത് എന്നായിരിക്കും ആലോചിക്കണേ അല്ലേ. അപ്പം നമ്മൾ ഇന്ന് ജർമ്മനിയിലൊരു കിർമസ് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ കിർമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫെസ്റ്റിവലാണ് കേട്ടോ. ഇവിടെ വിൻ്ററിലും സമ്മറിലും ഒക്കെ ഒരു 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണിത്. എല്ലാ വർഷവും ഈ ഫെസ്റ്റിവൽ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ അതിനോടിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം ഈ ഫെസ്റ്റിവൽ കാണാൻ പോയിട്ടുണ്ട്. എങ്കിലും ഇവർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ ആ ഒരു സ്റ്റാറ്റിൽ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ഒരു കിർമസ് വന്നിരുന്നു, എങ്കിലും അതത്ര വലിയ ഒരു ഫെസ്റ്റിവൽ ആയിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഡുസൽഡോർഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറേ കൂടെ വലിയൊരു ഫെസ്റ്റിവലാണിത്. അപ്പോൾ എന്തായാലും നമുക്കിത് കാണാനായിട്ട് പോകാം. അപ്പം ഞങ്ങൾ ഇറങ്ങിയ ദിവസം നിങ്ങൾ കണ്ടില്ലേ, നല്ല മഴയുള്ള ദിവസമാണ്. അപ്പം ശരിക്കും മഴയത്ത് യാത്ര ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാനെങ്കിലും ഈ മഴ കാരണം നമ്മുടെ പ്ലാൻ ആകെ വെള്ളത്തിലാകുമോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയതിന് ശേഷം ആ ഒരു സ്റ്റോപ്പിൽ കുറേ നേരം നിന്നു കേട്ടോ, ഈ മഴയൊന്ന് തോരാനായിട്ട്. ആ ഒരു ചെറിയ വെയിറ്റിംഗ് ഷെഡിനകത്ത് കുറേ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുമായിരുന്നു. എനിവേ കുറേ പേരൊക്കെ നനഞ്ഞു, ഞങ്ങൾ ഭാഗ്യത്തിന് അധികം നനഞ്ഞില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം മഴ തോർന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ച് കുറേ ആൾക്കാർ നനഞ്ഞ് തിരിച്ചു പോകുന്ന കണ്ടപ്പോൾ എല്ലാവരും പോയി. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ, ഇത് തീരാൻ പോകുന്നതിൻ്റെ അന്നാണ് ഞങ്ങൾ വന്നേക്കുന്നത്. മഴ കാരണം കുറേ ആൾക്കാർ പോയെങ്കിലും ഇപ്പോഴും കുറേ ആൾക്കാർ മഴ തോന്നപ്പോൾ ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മെയിനായിട്ടും രാത്രിയിലാണ് ഈ ഒരു സെറ്റിങ്സ് ഒക്കെ കാണാനായിട്ട് അടിപൊളി കേട്ടോ. പക്ഷേ ഇപ്പോൾ നമുക്ക് സമ്മർ ആയതുകൊണ്ട് രാത്രി ആകുന്നത് ലേറ്റായിട്ടാണ്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 9 മണി 9:30 10 മണി വരെയൊക്കെ നന്നായിട്ട് വെട്ടം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഭംഗിയൊന്നും ഈ ഒരു സമയത്ത് കാണാൻ പറ്റില്ല. പക്ഷേ വിൻ്ററിൽ നമുക്കിതൊക്കെ അടിപൊളിയായിട്ട് ആ ഒരു എന്താ പറയുന്നത് 4 മണി 5 മണി ആകുമ്പോഴേക്കും രാത്രി ആകുമ്പോൾ നമുക്കൊന്നും കൂടെ നല്ല രസത്തിൽ ഈ ഒരു വർക്കുകളൊക്കെ കാണാൻ പറ്റും. എനിവേ ഞങ്ങൾ വന്നപ്പോഴും കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അധികം റൈഡുകളുണ്ടാവും, അതുപോലെ ഫുഡ് സ്റ്റോളുകളുണ്ടാവും, ലൈവ് മ്യൂസിക്കുകളുണ്ടാവും, അതുപോലെ ഓപ്പൺ ബാറുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങോട്ടൊന്ന് നമ്മൾ കയറി കൊടുത്തച്ചാൽ മതി, നമ്മുടെ പോക്കറ്റ് കാലിയാകുന്ന വഴി തന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും നമ്മുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ബാങ്ക് കാർഡോ ആയിട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ബാർഗൽഡ് ഉണ്ടായിരിക്കണം. അതായത് ബാർഗൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പൈസയായിട്ട് തന്നെ കൊടുക്കണം. പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ടായിക്കോട്ടെ, നമ്മുടെ കയ്യിൽ പൈസയായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. അല്ലാതെ നമ്മൾ കാർഡ് കൊണ്ടുപോയി ഉരയ്ക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. അപ്പോൾ പൈസ എടുത്തുകൊണ്ട് വരണം. അപ്പോൾ പിള്ളേരുമായിട്ടൊക്കെ വരുമ്പോൾ മിനിമം ഒരു 100 യൂറോയെങ്കിലും കയ്യിൽ കരുതണം. 100 യൂറോ കൊണ്ടൊന്നും ആവില്ല, അത് വേറെ കാര്യം. എങ്കിലും മിനിമം ഞാൻ പറഞ്ഞതാണ്, ഇതൊക്കെ ഒന്ന് കണ്ടു കേട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞ് എല്ലാം ഒന്ന് കാണും, നമുക്ക് അടുത്ത പ്രാവശ്യം ഓരോരോ റൈഡിലായിട്ട് കയറാമെന്ന്. ഈ കാണുന്ന റൈഡ് കണ്ടോ, ഇതിനകത്ത് ദേവുവിന് കയറണമെന്നും പറഞ്ഞിട്ട് ഒരു 1/2 മണിക്കൂറോളം ഞങ്ങൾ അവിടെ കിടന്നുകൊണ്ട് ഫൈറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ ആകെന്ന് പറഞ്ഞു നോക്കി, നിൻ്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് അതിൽ കയറാൻ പറ്റില്ല. പക്ഷേ അവൾ അതിനകത്ത് ഓരോ കുട്ടികളെയും ചൂണ്ടി ചൂണ്ടി കാണിച്ച് അതിലിരിക്കുന്നത്. പിന്നെ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം മിണ്ടാതിരിക്കാം, അപ്പോൾ ഇവൾ പൊക്കോളൂന്ന്. പക്ഷെ അവൾ നിർത്തിയൊന്നുമില്ല. അവസാനം വേറെ ഏതെങ്കിലും ഒരു റൈഡിൽ കയറ്റാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ഏത് റൈഡിലാണ് ഇവളെ കയറ്റുന്നതെന്ന് അറിയില്ല. അങ്ങോട്ട് മാറി ഒരു ചെറിയ റൈഡ് കാണുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൽ കയറ്റാമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ അങ്ങനെ ദേവൂട്ടിയുടെ ആഗ്രഹം പോലെ വേണ്ട അവളെ ഒരു കുഞ്ഞു റൈഡിനകത്ത് കയറ്റിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവൾക്ക് 5 യൂറോയാണ് നമ്മളിതിന് പേ ചെയ്തത്. അപ്പോൾ അവൾ മാത്രമേ കയറിയുള്ളൂ. കുഞ്ഞാവ ചെറുതായതുകൊണ്ട് തന്നെ അവനെ അതിനകത്ത് കയറ്റാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കയറ്റിയില്ല. പകരം അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം വണ്ടിക്കകത്തൊക്കെ യാത്ര ചെയ്യാനായിട്ടാണ് കേട്ടോ. കാർ ഓടിക്കാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ ഒരു കാർ റൈഡിനകത്ത് അവനെ കയറ്റാമെന്ന്. അങ്ങനെ കാർ റൈഡ് ചെയ്യാനായിട്ട് അപ്പനും മോനും കൂടെ വേണ്ടി കയറിയിരിപ്പുണ്ട് കേട്ടോ. അവിടെയും തന്നെ കൂടുതലും പ്രായമായ ആൾക്കാരായതുകൊണ്ട് തന്നെ ചേട്ടായും കൂടെ കൂടി ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കിടന്ന് കറങ്ങിയതിന് ശേഷം ദേ ഇപ്പോൾ പോകാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു രംഗമാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. എവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചാലും അവസാനം ഒരു കരച്ചിൽ ഞങ്ങൾക്ക് മസ്റ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യം പതിവ് തെറ്റിച്ച് ദേവുവാണ് കേട്ടോ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദേവുവിന് ഇനിയും കുറേ റൈഡുകൾ കയറാനുണ്ട്. അപ്പോൾ ഇവിടെ കുറേ നേരം കൂടെ നിൽക്കാമെന്നും പറഞ്ഞിട്ടുള്ള ബഹളമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ നിർബന്ധത്തിന് വേണ്ടി നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് ട്രെയിൻ പിടിക്കാൻ വീണ്ടും കുറേ സമയം നമ്മളിവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ദേവുവിനെ ഒരു വിധത്തിൽ പറഞ്ഞ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ജർമ്മൻ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.